അറിയാവുന്നവർ അറിയാവുന്നതുപോലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഈ വീട്ടിലെ അല്ലാത്തവരൊക്കെ, അതായത് ഈ വീടുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഒന്നിങ്ങോട്ട് മാറിയുന്നേ. ആ മാറ്. വന്നിട്ട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയോ? പറയാം മേഡം. അല്ല, ഈ സമയം ശാന്തി ചെയ്ത് എവിടെയായിരുന്നു? ഞാൻ മോളുടെ ഒപ്പം കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി കുഞ്ഞെ. അല്ല, ഞങ്ങൾ ശബ്ദം കേട്ട് വരുമ്പോ ശാന്തി അടുക്കളയുടെ ഭാഗത്തുനിന്ന് റൂമിലേക്ക് വരികയായിരുന്നല്ലോ. അത് ഞാൻ പിന്നെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കാൻ പോയതാ. ആ ഭാഗത്ത് ആരോ വന്നുപോയതിന്റെ ലക്ഷണമുണ്ട്. പക്ഷെ ആരായിരിക്കും അത്? ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത്? അതെന്റെ കെട്ടിയോനാ. കള്ള് തലയ്ക്ക് പിടിക്കുമ്പോ ഉള്ളതാ. മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാ. പുറകിലത്തെ വാതില് തുറന്ന് അവൻ എങ്ങനെ അകത്ത് കയറിയെന്നാ നിങ്ങളീ പറയുന്നേ? ജനല് തുറന്നു കിടക്കുമായിരുന്നു. ചിലപ്പോ ജനലിനിടയിലൂടെ കമ്പ് കൊണ്ടോ മറ്റോ ലോക്ക് മാറ്റി കാണാനേ വഴിയുള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നേ. ഒരാള് തുറന്നു കൊടുക്കാതെ പുറത്ത് നിൽക്കുന്ന ആളെങ്ങനെയാ ഇതിനകത്തേക്ക് കയറുക? ഹലോ ഹലോ മാഡം, വിളിക്കാൻ പറഞ്ഞു. ആ റസാഖ്, ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ ചേച്ചി ഷാരികയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ മോളെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നേ. അല്പം മുമ്പ് ആ കുഞ്ഞിനെ ആരോ ഇവിടെ വന്ന് എടുത്തോണ്ട് പോയി. ഓ, ആളുടെ മുഖം കണ്ടില്ലെന്നും കുട്ടി എടുത്തോണ്ട് ഓടുന്നത് കണ്ടു നോക്കിയാ ഇവര് പറയുന്നത്. കുഞ്ഞിന്റെ പ്രായം? കൈക്കുഞ്ഞാ, 2 മാസേ ആയിട്ടുള്ളൂ. അല്ല, കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ വന്ന് എടുത്തോണ്ട് പോയതോ മറ്റോ ആണോ? അല്ല, അങ്ങനെയും സംഭവിക്കാം. ഹേയ്, അതിനൊരു ചാൻസും ഇല്ല. അവര് മോളെ വേണ്ടെന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തവരാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം മാഡം. കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാം. എടുത്തോണ്ട് പോയവൻ ഈ സിറ്റി വിട്ട് പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം മാഡം. ആ ഓക്കെ റസാഖ്. മോളെ കൊണ്ടുപോയവനെ ഈ സിറ്റി വിട്ടു പോവാത്ത രീതിയിൽ അവര് ബ്ലോക്ക് ചെയ്തോളും. കൊണ്ടുപോയവൻ ആരായാലും നേരം പുലരും മുമ്പ് പോലീസിന്റെ കൈ കിട്ടിയിരിക്കും. ശാരികെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ശാരികയുടെ ബൈസ്റ്റാൻഡറെ വിളിച്ചേ. അത് പിന്നെ ഡോക്ടർ, ബൈസ്റ്റാൻഡറായിട്ട് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത് കളക്ടർ ശാലിനി മാഡം ആണ്. ഇന്നലെ രാത്രിയിൽ എന്തോ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായെന്നും പറഞ്ഞ് വീട് വരെ പോയിരിക്കുക. എന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബൈസ്റ്റാൻഡർ ഒപ്പിടാതെ എങ്ങനെയാ? പ്രിയ, സോറി, ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഒന്ന് മാറേണ്ടി വന്നതാ. ഇതിലൊന്ന് ഒപ്പിടണം. ശാലിനി, എന്തായി വീട്ടിലെ കാര്യങ്ങള്? ഒന്നുമില്ല.
തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നതുവരെ ശാലിനി ഇവിടെ ഉണ്ടാവില്ലേ? ആ ഉണ്ടാവും. ശരി. ചേച്ചി, എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു. അവളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് ചേച്ചി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതാ. അപ്പോൾ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഓപ്പറേഷന് മുമ്പ് അവളുടെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരാം, ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ആഗ്രഹിക്കുന്നതൊന്ന് നടപ്പിലാകുന്നത് മറ്റൊന്ന്. അതൊരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. ചേച്ചി, ഓപ്പറേഷൻ കഴിയുമ്പോഴേ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും. അതെന്റെ ഉറപ്പാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓപ്പറേഷൻ കഴിഞ്ഞു വരുമ്പോ ചേച്ചി ആദ്യം തിരക്കുന്നത് മോളെയായിരിക്കും. ദൈവം ആ സമയത്ത് കുഞ്ഞിനെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കും ശാലിനി. എങ്ങനെ? എവിടെയാണെന്നറിയില്ല, ആര് കൊണ്ടുപോയിന്നും അറിയില്ല. പിന്നെ എങ്ങനെയാ? അല്ല, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസ് വരട്ടെ, അവരന്വേഷിക്കട്ടെ. എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയാലും കുഞ്ഞിനെ കാണാത്തതിന്റെ സങ്കടത്തിലായിരിക്കും ശാരിയേച്ചി. മനസ്സ് തളർന്ന പിന്നെ നമ്മളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ശാലിനി. മോളെ കണ്ടുപിടിക്കണം, അല്ലാതെ യാതൊരുവിധ മാർഗവും ഇല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം. മോള് എവിടെയാണെങ്കിലും കണ്ടെത്താൻ പറ്റും, എനിക്ക് വിശ്വാസമുണ്ട്. കുട്ടിയെ നഷ്ടപ്പെട്ടത് ഈ വീടിനകത്ത് നിന്നാണ്. അപ്പോ ഈ വീട്ടിലുള്ളവരറിയാതെ അക്കാര്യം നടക്കുകയുമില്ല. അറിയാവുന്നവർ അറിയാവുന്നത് പോലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഈ വീട്ടിലെ അല്ലാത്തവരൊക്കെ, അതായത് ഈ വീടുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ഒന്നിങ്ങോട്ട് മാറിയുന്നേ. ആ മാറ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പണി? ആ, നിങ്ങൾ മുതൽ പറ, എന്താ നിങ്ങളുടെ ഇവിടുത്തെ പണി? ഞാൻ സാറേ, ഈ പിള്ളി നിലാത്തിലൂടെ ഇല്ലായിരുന്നു. ആ, താൻ ഇന്നലെ രാത്രിയിൽ എവിടെ പോയി?